ഗായ്സ്, അങ്ങനെ എല്ലാവർക്കും ഒരു വീഡിയോട്ട് സ്വാഗതം. അങ്ങനെ നമ്മൾ ചെറിയൊരു റൈഡിന് ഇറങ്ങിയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മുടെ മാർവിൻ റോഡോട് റൈഡ് പോവുക. അപ്പോൾ ഇത് നമ്മുടെ മാർവിൻ റോഡ് ഹോണ്ട റെബൽ. ഓടിക്കുന്ന ഓടിച്ചോ, അല്ല ഓടിക്കുന്ന ഓടിച്ചോളെ. നമ്മളപ്പം ഈ റൂട്ട് പോവാം അല്ലേ, ലാസ്റ്റ് റൂട്ട് വളവും തിരിവുള്ള. അങ്ങനെ നമ്മൾ നമ്മുടെ ചെക്കൻ്റെ പുറത്ത് തിരിച്ചെത്തി. നമ്മുടെ CH2. അങ്ങനെ ഇന്ന് ഞങ്ങൾ ചെറിയൊരു റൈഡ് പോവാം. മാർവിനെ ഏതൊക്കെയോ ഫ്രണ്ട്സിനെ കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ റൈഡാക്കി അങ്ങ് പ്ലാൻ ചെയ്തു. ഒത്തിരി റോഡുകളുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ റീജിയണിൽ. ഭയങ്കര രസമുണ്ട് കൺട്രി സൈഡിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ. അടിപൊളി. അങ്ങോട്ട് നോക്ക്, താഴ്വാരങ്ങൾ, വീട്, പശു, അടിപൊളി. നല്ല അടിപൊളിയായിട്ട് ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫാം ആണെങ്കിലും നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു നല്ലൊരു കാമിങ് എഫക്റ്റാണ് നമ്മുടെ മൈൻഡിൽ. നല്ല പച്ചപ്പ് കേട്ടോ. ഇത് പശുവിന് വേണ്ടി നട്ടു വളർത്തുന്ന പുല്ലാന്ന് തോന്നും. നല്ല പശപ്പ്. ആ പശുക്കൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി 62 കിലോമീറ്ററാണ് പോകാനുള്ളത്. വലിയ വണ്ടികളേ ഇല്ല, ട്രാഫിക്കേ ഇല്ലെന്ന്. ഓരോ ദൂരവും കഴിയും തോറും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ കൂടി വരിക. ഞങ്ങൾ ഈ റൂട്ടിൽ കൂടി ഇതുവരെ പോയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് ഒരു റൂട്ട് കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഒരു 7 കിലോമീറ്റർ കുറവുണ്ട്. അപ്പോൾ അതിൽ ആണ് നോർമലി മാപ്പ് കാണിക്കുന്നത്. പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടി ഇത് ഈ റൂട്ട് പോകാത്തതുകൊണ്ട് ജസ്റ്റ് ഇതിലൊന്ന് കറങ്ങി റൗണ്ട് അടിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ മുമ്പിൽ പോകുന്നത് ശരിയാവത്തില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വഴിതെറ്റിക്കും. അങ്ങനെ ഞാൻ ഒരു ടേൺ ചെയ്യേണ്ടടുത്ത് ടേൺ ചെയ്ത് അടിച്ചു വിട്ടും. നല്ല രസമായിരുന്നു. 100 കിലോമീറ്റർ സ്പീഡ് നല്ല അടിപൊളിയായി അടിച്ചു വിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ എക്സ്ട്രാ പിന്നെ കുറച്ചുകൂടെ പോകേണ്ടി വന്നു 10 കിലോമീറ്ററൂടെ. വയസ്സിന്നാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. 2 പേരുണ്ടെങ്കിലും 5 പേരുണ്ടെങ്കിലും റൈഡ് ഈസ് റൈഡ്. കുട്ടി ഡാം. ആ, ഇപ്പോഴത്തേക്ക് ആൾക്കാരുടെ മര്യാദ കണ്ടില്ലേ. 1 ലൈൻ ബ്രിഡ്ജ് ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെയും 2 വണ്ടി അതേ കൊണ്ട് ഒരുമിച്ച് കയറ്റിക്കൊണ്ട് പോകും ആൾക്കാർ. ഈ റൂട്ട് ഇതുവരെ ഞങ്ങൾ വന്നിട്ടില്ല കേട്ടോ. ഇത് കൊള്ളാലോ ഈ റൂട്ട്. ഇത് ഫുള്ള് ഹെയർപിന്നാണെങ്കിൽ ഇപ്പോൾ നാട്ടിൽ ചുരം കയറുന്ന പോലുണ്ട്. പോയിക്കോ. ബ്രോ ആണെങ്കിൽ രാവിലെ പറഞ്ഞു നമുക്ക് നല്ല വളവും തിരിവുള്ള റോഡ് വേണം നാട്ടിലത്തെ കൂട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ മാപ്പ് കണ്ട് ചാടി ഇറങ്ങിയത് ഈ റോഡ്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അത്യാവശ്യം വളവും തിരിവുണ്ട്. ശരിക്കും നാട്ടിലത്തെ ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ വളവിലും തിരിവിലും 100 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റോ? എൻ്റെ അമ്മോ. അല്ല ഇത് ഫ്രണ്ട്സ് നിൽക്കുന്ന സ്ഥലമല്ലേ? ഇനി ഇവിടുത്തെ കയറിയിട്ട് പോവല്ലേ? എന്നിട്ട് പോവല്ലേ? ഓക്കെ ആയിക്കോട്ടെ, അതാ നല്ല. 10 മിനിറ്റ് എത്ര സമയം എന്ന് വെച്ചാൽ അയ്യാ, എന്നിട്ട് നമുക്ക് നേരെ പോവാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ റൂട്ട് കയറി അങ്ങനെ ഫുള്ള് പോവാം. ആയിക്കോട്ടെ, അതാ നല്ല. ഓക്കെ. ഗ്രവിലിയ എന്ന് പറയുന്നത് ഇതെന്ത് സ്റ്റേ ആണോ? നല്ല സ്ഥലമാണല്ലോ. നല്ലൊരു ട്രെയിലും ഇതെല്ലാം ഉണ്ട് കേട്ടോ. റിട്രീറ്റ് സെൻറ്റർ പോലെ, റിട്രീറ്റോ എന്താ പറയുക, അതേപോലെ തോന്നുന്നു. കൊള്ളാം. റോയൽ നാഷണൽ പാർക്കിൻ്റെ ഇടയ്ക്കൊരു സ്റ്റേ. വെൽക്കം. ഇതേതാ ഒരു കാടാണല്ലോ. അങ്ങനെ അവരെ കാണുക, ഒരു 15 മിനിറ്റ് അവിടെ നീന്ന് വർത്താനം പറയണം, എന്നിട്ട് പിന്നെ സ്ഥലം വിടണം. നേരെ നമ്മുടെ റൈഡ് കണ്ടിന്യൂ. റിട്രീറ്റ് ഗസ്റ്റ് നല്ല റിട്രീറ്റ് ആണല്ലോ. അത് ബ്രോയുടെ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു. ഹായ്, എന്തുണ്ട്? നിതിൻ. ആ, ഇവിടെ പാർക്കിങ്
ഞങ്ങൾ അവരുടെ അടുത്തു നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി. ഇപ്പം അവരെല്ലാവരും കൂടി ഇവിടെ സീക്ലിഫ് ബ്രിഡ്ജിലോട്ട്, നമ്മുടെ ബ്രോഡ് ചർച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ സീക്ലിഫ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവരുടെ കൂടെ ഈ സീക്ലിഫ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് വേണം ഞങ്ങൾക്ക് അവിടുന്ന് പിന്നെ എങ്ങോട്ടേലും റൈഡ് പോകണം. എൻ്റെ വണ്ടിക്ക് ഇനി ആകെ 70 കിലോമീറ്ററൂടെ പോകാനുള്ള ഫ്യൂലേ ഉള്ളൂ. എവിടുന്നേലും ഒരു പമ്പ് കണ്ടുപിടിക്കണം. കണ്ടില്ലേ, ഇതൊരു ഭംഗിയുള്ളൊരു ട്വിസ്റ്റീസും നല്ല ഭംഗിയുള്ള സ്ഥലം. ഇതാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെയൊക്കെ ഒരു കുഴപ്പം, എപ്പോഴും പെട്രോൾ അടിക്കണം. അതാണ് കടൽ. ഇതൊരു ഫേമസ് സ്ഥലം കേട്ടോ. ഇവിടുത്തെ എല്ലാ ബൈക്കേഴ്സും ആൾക്കാരെല്ലാം ചുമ്മാ ഡ്രൈവിന് വരുന്ന ഒരു ഫേമസ് സ്പോട്ടാണ്. ഇപ്പോൾ 2 മിനിറ്റൂടെ 1.8 കിലോമീറ്റേഴ്സ് നമ്മളെത്തി നമ്മുടെ സീക്ലിഫ് ബ്രിഡ്ജ്. ഇതാണ് സീക്ലിഫ് ബ്രിഡ്ജ്. ഇതാണ് ഓസ്ട്രേലിയയിൽ. ഇത് ഡ്രോൺ വ്യൂവിലൊക്കെ അടിപൊളിയായിരിക്കും. അടിച്ചു നോക്കിയാൽ മതി സിഡ്നി സീക്ലിഫ് ബ്രിഡ്ജ് എന്ന്. കണ്ടോ, ഇതിനകത്തൊക്കെ പറഞ്ഞ പോലെ വിഷ്വൽ ബ്യൂട്ടി. എന്തു ഭംഗിയാ. നല്ല വൈബ് ആൾക്കാരാട്ടോ, നല്ലൊരു ഗ്രൂപ്പാണ്. എവിടുന്നൊക്കെ വെച്ച അടിപൊളി. അതാണ് ഇവിടെ ഒത്തിരി പേര് വരുന്നത്. ഒത്തിരി ബൈക്കേഴ്സ്. എത്ര പേര്? പോലീസ് ഉണ്ടെന്ന് പറഞ്ഞു. ആരാ കാണിച്ചത്? അങ്ങോട്ട് പോയാ നമുക്ക് കുഴപ്പമില്ല. നമ്മളെല്ലാം സെറ്റല്ലേ, ഫുൾ പേപ്പറും കാര്യങ്ങളും. എന്താ ചെയ്യുക, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വിടണോ അങ്ങോട്ട്? അല്ല, എനിക്ക് പെട്രോൾ അടിക്കണം, അപ്പോൾ നേരെ പോകണേ. അതെ, എൻ്റെ വണ്ടി ഏകദേശം ഫ്രണ്ടിലൊരു പമ്പുണ്ട് BP-യുടെ, നേരെ മുമ്പിലോട്ട് പോകുമ്പോൾ. എത്ര കിലോമീറ്റർ പോകണമെന്ന് എനിക്കറിയില്ല. അപ്പം വഴി നമുക്ക് കുറച്ചങ്ങ് പോവാം കേട്ടോ. അതാ, വേറെ നമുക്ക് പൂളങ്ങോങ്ങി എന്നിട്ട് നോക്കാം. അതാ പറ്റി. ഭയങ്കര വെയിലും. അങ്ങനെ ഞങ്ങൾ സീക്ലിഫ് ബ്രിഡ്ജ് കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോവാം. വിഘ്നേശ്വരം അല്ലേ? അറിയത്തില്ല. അവിടെ പുതിയ ക്യാൻറ്റീൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഫുഡ്, നല്ല വെയിൽ. നമുക്ക് വേറെ റൂട്ട് പിടിക്കാം വേഗം. പക്ഷെ പെട്രോൾ ഇല്ല ബ്രോ. അല്ല, അവിടെ എവിടെ പമ്പുള്ളേ? അതേലുണ്ട്. കലിയാടണ കാടും നമ്മളെങ്ങനെ ഇട്ടത്? നമ്മളെ നേരെ ഇട്ടേ. നമ്മൾ ബൈക്കല്ലേ, റൂട്ട് ആയതല്ലേ. ഓക്കെ, പെട്രോൾ അടിച്ചിട്ട് പിന്നെ നമുക്ക് തീരുമാനിക്കാം എന്താണ്. എവിടെ? നമുക്ക് നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പെട്രോൾ പമ്പിലെത്തി. ഞാൻ പെട്രോൾ അടിച്ചിട്ട് തീരുമാനിക്കണം എങ്ങോട്ട് പോകണം, നേരെ പോകണോ തിരിച്ചു പോകണോ, ഏത് റൂട്ട് പോകണം, റൈഡിൽ എങ്ങോട്ട് പോകേണ്ടിയെന്ന്. ഏതായാലും പെട്രോൾ അടിക്കട്ടെ, എന്നിട്ട് നോക്കാം ബാക്കി കാര്യങ്ങൾ. ഒരു ബോട്ടിൽ വെള്ളം എടുക്കാം, പിന്നെ ഞാൻ ഒരു മറ്റേ ആ സാധനം എടുക്കണം, മറ്റേ മിൽക്ക് ഷേക്ക് പോലത്തെ മധുരം ഇല്ലാത്ത. ഇതെന്താ വാട്ടറല്ലേ? നമുക്ക് ബാഗില്ലല്ലേ ആക്ച്വലി. ചെറുതെടുക്കുന്നേ നല്ല, ചെറിയ വെള്ളം എടുക്കുന്നേ നല്ല. ചെറുത് മതി. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഒരു ജ്യൂസ് വല്ലതും എടുത്തോ ജസ്റ്റ് ഒന്ന് വെള്ളം, മിനറൽസ് എല്ലാം. G-Force എന്നാ ബ്രോ ഇത് പിടിച്ചോ. കലിപ്സോ എടുക്കാം, 2 കലിപ്സോ എടുത്ത് അടിക്കാം. ഇത് സൂപ്പർ സാധനമാണ്. ഏതാ നല്ല?
ഞാൻ ഇതേ കഴിച്ചിട്ടുള്ളൂ, എനിക്ക് ബാക്കി അറിയത്തില്ല. ഞാൻ ഇതാ കഴിച്ച കിവി. അത് സൂപ്പറായിരുന്നു. ഇത് കൊള്ളൂല. ഇത് സോപ്പ് വെള്ളത്തിൻ്റെ ടേസ്റ്റാണ്. ഏതാ? ഇത് സോപ്പ് വെള്ളത്തിൻ്റെ ടേസ്റ്റാണ്. ഇതാ ആക്ച്വലി നല്ല. ട്രൈ ചെയ്യാം. ഇത് ട്രൈ ചെയ്യാം. ബാ ഓക്കെ, ഇത് തന്നല്ലോ. ബ്രോ ദാറ്റ് ബൈക്ക്. അങ്ങനെ ഞങ്ങൾ എങ്ങോട്ടോ അറിയാതെ ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ ചുമ്മാ ഒരു റൈഡ്. എത്തുന്നിടത്തെത്തും. അങ്ങോട്ട് പോയാൽ പോലീസ് ഉണ്ടാവും. ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല, തിരിച്ച് ഇപ്പുറത്തൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഏകദേശം അപ്പം ഞങ്ങൾ നേരെ റിട്ടേൺ നമ്മുടെ ഫോറസ്റ്റ് റൂട്ടിൽ കൂടെ അടിക്കാൻ പോവാം. ഊളങ്കോങ്ങിലെ അടുത്തുള്ള ഏതോ ഒരു ബീച്ച്. അത്യാവശ്യം വണ്ടിയൊക്കെ ഉണ്ട്, തിരക്കൊക്കെ ഉള്ള സ്ഥലം. നല്ല സീനിക് സ്ഥലം, വീണ്ടും നല്ല നല്ല സീനറി ഉള്ള സ്ഥലങ്ങൾ കിട്ടി. നല്ല രസമായിട്ട് ഇങ്ങനെ ഓടിച്ചു. അത്യാവശ്യം ഇങ്ങനത്തെ കാലാവസ്ഥയിൽ എപ്പോഴും അടിപൊളിയായി ബൈക്ക് ഓടിക്കാൻ. നല്ല മഴയില്ലാത്തപ്പം ഇങ്ങനെ അത്യാവശ്യം നല്ല വെയിലില്ലാതെ മഴയില്ലാതെ ഒരു മൂടിയ കാലാവസ്ഥ കിട്ടുമ്പോൾ നല്ലൊരു രസം, നമുക്ക് നല്ല ഫീലാണ് ബൈക്ക് ഓടിച്ചുകൊണ്ട്. സ്റ്റേഷൻ്റെ അടുത്ത് നടക്കുന്നത്. എന്നാൽ ഇവിടെ വിട്ടാലോ? ഈ ലുക്കൗട്ട് 10 മിനിറ്റ്. ഈ ലുക്കൗട്ടിൽ പോകാൻ, എന്നിട്ട് നേരെ തിരിച്ചു നമുക്ക്. ലുക്കൗട്ട് ബുങ്കൂണ ലുക്കൗട്ട് 7 മിനിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നേരെ ലിവർപൂൾ വഴി വീട്ടിലോട്ട് പോകാം. ഗൈസ്, അങ്ങനെ ഇതാണ് ഗ്രാൻഡ് പസഫിക് ഡ്രൈവ്, നമ്മുടെ റോയൽ നാഷണൽ പാർക്ക്. 1879 ഉണ്ടാക്കിയ പാർക്കാണ്. പാർക്കല്ല കേട്ടോ, ഫോറസ്റ്റ്. അപ്പോൾ ഞങ്ങൾ വഴി തെറ്റിപ്പോയാണ്. ഞങ്ങളിപ്പോൾ വേറൊരു സൈഡിലൂടെ ഇവിടെ കയറി റോയൽ നാഷണൽ പാർക്കിൻ്റെ അകത്തൂടെ ഒരു ഇച്ചിരി ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് തിരിച്ച് പോകാൻ വിചാരിച്ച് വന്ന് കയറിയതാണ്. ഇപ്പോൾ കാശ് ഒന്നുമില്ല. ഈ റോഡ് ഇങ്ങനെ നേരെ പോകുമ്പോഴാണ് നമ്മുടെ പസഫിക് ഡ്രൈവ്. ഈ റോഡായിരുന്നു ഞങ്ങൾ ആക്ച്വലി ഓടിക്കാൻ വിചാരിച്ച ഡ്രൈവ്. ബുഗോണ ലുക്കൗട്ട് 240. അപ്പോൾ ചൂട് കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വേണ്ട എന്ന് നോക്കുവാണ്. വണ്ടീന അതെവിടെ? അയ്യാ, എന്നാൽ അങ്ങോട്ട് പോവാം. അത് ഞാൻ കണ്ടു. എന്നാൽ അങ്ങോട്ട് വിടാം. ഓക്കെ, എന്നാൽ ക്ലബ് ഓൺ ഈസ്റ്റിൽ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. റൈഡിനൊരു സമാപ്തി ആയിക്കോളൂല്ലോ. ഗൈസ്, അങ്ങനെ അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ സമയമായി. 1 മണിയായി. ലഞ്ച് കഴിക്കുക, പിരിയുക, എന്നിട്ട് നേരെ വീട്ടിലോട്ട് വെച്ച് പിടിപ്പിക്കുക. 1 മണിക്കൂർ, 2 മണി, 2:30 3 മണിക്ക് മുമ്പ് വീട്ടിലെത്തും. കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഞങ്ങൾ ഈ ഫോറസ്റ്റ് റൂട്ട് മിസ്സായി. ഇതിൽ ആക്ച്വലി ഞങ്ങൾ പുറകിൽ നിന്ന് വരേണ്ടിയായിരുന്നു. എന്നിട്ട് ഇതിലെ വന്ന് എക്സിറ്റ് അടിച്ച് വീട്ടിൽ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാന്. പക്ഷെ അത് നടന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്തെത്തി. വീണ്ടും തിരിച്ചു പോയി. വീണ്ടും ആ സ്ഥലത്ത് തന്നെ കൊണ്ടുവെത്തി. അയ്യോ, എത്ര പേരെ ഇവർക്ക്. ക്ലബ് ഓൺ ഈസ്റ്റ്, മൈക്ക് ഗ്രിൽ, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു 3 പേര്. ഇതാണ് നമ്മുടെ ഫുഡ്. ഇത് നമ്മുടെ ബീഫ് ബ്രിസ്ക്കറ്റ് ബർഗർ. പിന്നെ ഇത് നമ്മുടെ ഗാർലിക് പ്രോൺസും റൈസും. കുഴപ്പമില്ല, നല്ല അടിപൊളി ഫുഡ്. അങ്ങനെ ഞങ്ങൾ ലഞ്ചെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാം. എനിക്കിനി 23 മിനിറ്റ് കൂടെ ഉള്ളൂ. നമ്മുടെ മാർവിൻ ബ്രോ ഉണ്ട്. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഇന്നത്തെ റൈഡ് കഴിഞ്ഞു. നല്ല ചൂടായി. പറഞ്ഞ പോലെ കാർമേഘവും കാര്യങ്ങളും എല്ലാം പോയി. നല്ല വെയിൽ, കട്ട വെയിൽ, കട്ട ചൂട്. എങ്ങനെയും വീട്ടിലെത്തണം. സമയം 2:45. ഒരു 2:50 ആകുമ്പോൾ വീട്ടിലെത്തും. എക്സാക്ട്ലി 3 മണിയാകുമ്പോൾ വിചാരിച്ച പോലെ തന്നെ വീട്ടിലെത്തും. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാം. ഇതേ ഉള്ളൂ. പരിപാടിയെല്ലാം കഴിഞ്ഞു. റൈഡെല്ലാം സെറ്റായിരുന്നു. അടിപൊളിയായിരുന്നു.